വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് 11-ന് വിഴിഞ്ഞത്ത് കപ്പൽ തങ്ങും. 12-ന് ട്രയൽ റൺ നടക്കും. ചരക്കിറക്കാൻ തരത്തിൽ വിഴിഞ്ഞം പോർട്ട് സജ്ജമെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ട്രയൽ റണ്ണിലേക്ക് കിടക്കുകയാണ്. 11-ാം തീയതിയോടുകൂടി ഷിപ്പ് എത്തിച്ചേരും. 12-ാം തീയതി ട്രയൽ റൺ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. അതോടുകൂടി കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാം, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് 11-നാണ് ആദ്യ കപ്പൽ എത്തുന്നത്. 12-ന് ട്രയൽ റൺ നടക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി മാധ്യമങ്ങളോട് പങ്കുവച്ചത്? രാജേഷ്, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുകയാണ്. പ്രധാനമായും വാണിജ്യാടിസ്ഥാനത്തിലുള്ള ചരക്ക് നീക്ക പ്രവർത്തനത്തിന് ഈ ഒരു ജൂലൈ 12-നോട് കൂടി തന്നെ ട്രയൽ റണ്ണോട് കൂടി തുടക്കമാക്കുകയും ചെയ്യും. ഇന്ന് വിഴിഞ്ഞത്തെ ആദ്യ കപ്പലെത്തുന്നതിന്റെ സംഘാടക സമിതി യോഗമാണ് മന്ത്രി വി.എൻ. വാസവനോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ യോഗം ചേർന്നത്. ഇതിനുശേഷം ഉണ്ടായിരുന്ന മന്ത്രിയുടെ പ്രതികരണമായിരുന്നു കേട്ടത്. 11-ന് കപ്പൽ വിഴിഞ്ഞം തീരത്തെത്തും. തുടർന്ന് 12-ന് ട്രയൽ നടത്തും. ആദ്യഘട്ടത്തിൽ കപ്പലിൽ നിന്ന് ചരക്ക് കരയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ഷിപ്മെന്റാണ് പ്രധാനമായും ഒരുക്കങ്ങൾ നടത്തുക. ഇതിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. പ്രധാന റോഡ് റെയിൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്തിമഘട്ടത്തിലുള്ള നിർമ്മാണം പൂർത്തിയാകുകയാണ്. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം അടക്കമുള്ള പ്രവൃത്തികളെല്ലാം തന്നെ അന്തിമഘട്ടത്തിലാണെന്നും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വിഴിഞ്ഞത്തെ സംഘാടക സമിതി യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രി വി.എൻ. വാസവൻ ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ യോഗത്തിലുണ്ടായിരുന്നു. നിലവിൽ കഴിഞ്ഞ മാസങ്ങളിലടക്കം എല്ലാം തന്നെ എല്ലാ ക്രെയിൻ സംവിധാനങ്ങളടക്കം സജ്ജമാക്കിക്കൊണ്ട് നിർമ്മാണം ഈ ഒരു ഭാരപരിശോധന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു. അതിനുശേഷമായിരുന്നു നിലവിൽ കപ്പൽ ഇങ്ങോട്ടേക്ക് ചരക്ക് കപ്പൽ എത്തിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത്. ആദ്യഘട്ടത്തിൽ ചരക്ക് കപ്പൽ മദർഷിപ്പ് ഇവിടെ എത്തും. ആ മദർഷിപ്പിൽ നിന്ന് ചരക്കുകൾ കരയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് തുടക്കത്തിൽ നടത്തുക. ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഷിപ്മെന്റ് ആയിരിക്കും പ്രധാനമായും നടക്കുക. ഇതിനുശേഷമുള്ള സംഘാടക സമിതി യോഗത്തിലാണ് പ്രധാനമായും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തത്. 8-ന് ഉന്നത ഉദ്യോഗസ്ഥരുമായി വീണ്ടും മന്ത്രിയുടെ ചർച്ചയുണ്ടാകും. ഇതിനുശേഷം ഏത് കപ്പലാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നുള്ള കാര്യത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തുവിടുകയും ചെയ്യും. എന്തായാലും വിഴിഞ്ഞത്ത് സംഘാടക സമിതി യോഗം ചേർന്നതിന് ശേഷമുള്ള ട്രയൽ റൺ അടക്കമുള്ള വിശദീകരണമാണ് മന്ത്രിയുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.